നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏതായാലും പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഓപ്പറേഷൻ കൃത്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിക്കുമെന്നും ഉടൻ തന്നെ കേസെടുക്കുമെന്നുമുള്ള സൂചനകൾ 2 ആഴ്ച മുമ്പേ തന്നെ അന്തരീക്ഷത്തിൽ മുഴങ്ങിയതായിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാകുകയും ആ അറസ്റ്റ് CPM-നെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത അവസരത്തിൽ തന്നെ ഒരു തിരിച്ചടി CPM-ൻ്റെ ഭാഗത്തു നിന്നും UDF കേന്ദ്രങ്ങളിലും കോൺഗ്രസും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള സൂചന ലഭിച്ചത്. അതിജീവിത മുഖ്യമന്ത്രിയെ കാണുമെന്നും പരാതി കൊടുക്കുമെന്നും 2 ദിവസം മുമ്പേ തലസ്ഥാനത്ത് പാട്ടായിരുന്നു. പല മാധ്യമപ്രവർത്തകരും ഈ വിഷയം അറിഞ്ഞിരുന്നു. കൃത്യമായി 3:30 മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും മാത്രമല്ല ആ സമയത്ത് തന്നെ ADGP വെങ്കടേഷ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉണ്ടായിരിക്കുകയും ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. ഏതായാലും ആ ഒരു ഓപ്പറേഷൻ കൃത്യമായി പര്യവസാനിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ LDF-ഉം CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാകും, അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ CPM ഉദ്ദേശിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സാധാരണ പൊതുജനങ്ങൾ അറിയുന്നതിനേക്കാൾ രൂക്ഷമാണ്, ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് സർക്കാരിന് നന്നായിട്ടറിയാം. കോൺഗ്രസിലെ പലർക്കും അറിയാം. ഒരു പരാതിയല്ല, അനവധി പെൺകുട്ടികളുടെ പരാതികൾ രാഹുലിനെതിരെ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇത്തരം പരാതികൾ ഉയരാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ പരാതി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ മുഖം രക്ഷിക്കാമല്ലോ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും കരുതിയത്. ഒരു പരാതിയല്ല, പല പരാതികൾ രാഹുലിനെതിരെ വരുമെന്ന് സർക്കാരിനും സൂചന കിട്ടിയിരുന്നു, പോലീസിനും സൂചന കിട്ടിയിരുന്നു. അപ്പോൾ ഏത് പരാതി വന്നാലാണ് അത് കണക്കിലെടുത്ത് അറസ്റ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ CPM-ലും ആഭ്യന്തര വകുപ്പിലുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയുടെ പരാതി വരാൻ കാത്തിരുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്താവുന്ന ഏറ്റവും വലിയ കഠിനമേറിയ വകുപ്പാണ് ഫോഴ്സ്ഫുൾ അബോർഷൻ അഥവാ നിർബന്ധിത ഗർഭചിത്രം. IPC അനുസരിച്ചും അതിനുശേഷം വന്ന BNS അനുസരിച്ചും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാൻ പറ്റുന്ന കുറ്റമാണ് ഈ നിർബന്ധിത ഗർഭചിത്രം. അതുകൊണ്ട് ഏറ്റവും കടുപ്പമുള്ള വകുപ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിച്ചു കൊടുക്കുക എന്ന് സർക്കാർ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അതിനുള്ള അവസരം നോക്കി നിൽക്കുകയായിരുന്നു. അതാണ് മറ്റ് പെൺകുട്ടികളുടെ പരാതി. കാരണം മറ്റ് പെൺകുട്ടികൾക്കെല്ലാം ഇങ്ങനെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള പരാതികൾ ഉള്ള പെൺകുട്ടികളുണ്ട്, നിരവധി പെൺകുട്ടികളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പെൺകുട്ടികളുടെ പരാതി എഴുതി വാങ്ങിയാൽ അതൊരു പക്ഷേ കോടതിയിൽ നിൽക്കില്ല എന്നും, കാരണം റേപ്പ് എന്നുള്ളത് അത്ര തെളിയിക്കാത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് വളരെ അടുപ്പവും പരിചയമുള്ള ആളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങളിൽ അത് തെളിയിക്കാത്ര എളുപ്പമില്ല. എന്നാൽ നിർബന്ധിത ഗർഭചിത്രം, അബോർഷൻ, ഫോഴ്സ്ഫുൾ അബോർഷൻ എന്നുള്ളത് വലിയ ഗുരുതരമായ വകുപ്പായതുകൊണ്ട് അതിട്ട് കേസെടുക്കാനുള്ള ഒരു പരിപാടി നോക്കണം. അതുകൊണ്ട് ഈ പ്രത്യേക അതിജീവിതയെ കൊണ്ട് തന്നെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിക്കണമെന്നൊക്കെയുള്ള ഒരു ഓപ്പറേഷൻ സംബന്ധിച്ച ചിന്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള നീക്കങ്ങൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് വൃത്തങ്ങളും CPM വൃത്തങ്ങളും ഒക്കെ നൽകുന്ന സൂചന. മറ്റൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കൃത്യമായി അടുത്ത് നിൽക്കെ UDF-നും കോൺഗ്രസിനും നല്ലൊരു പ്രഹരം നൽകാൻ CPM ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ ശബരിമല വിഷയം ശരിക്കും CPM-നെ വലിയൊരു കുടുക്കിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചിരുന്നു. സ്വർണ്ണപ്പാളി വിഷയം, സ്വർണ്ണപ്പാളി വിവാദം, ശബരിമലയിൽ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയി ചെമ്പെന്നെഴുതി സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയി നടത്തിയ തട്ടിപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തലക്കടി പോലെയാണ്. അതിൽ നിന്ന് എങ്ങനെ ഊരണമെന്ന് അവർക്കിപ്പോഴും യാതൊരു നിശ്ചയവുമില്ല. കാരണം അവരുടെ സമുന്നത നേതാവായ പത്മകുമാർ അടക്കം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം MLA ആയിരുന്ന ആളാണ് അദ്ദേഹം, ജയിലിലാണ്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് ഇപ്പോഴും CPM-ന് യാതൊരു രൂപവുമില്ല. അപ്പോൾ അതിനെ അതിജീവിക്കാൻ ഈ അതിജീവിതയെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു തന്ത്രപരമായൊരു നീക്കമാണ് ഇക്കാര്യത്തിൽ CPM നടത്തിയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഓപ്പറേഷൻ കൃത്യമായി CPM പ്ലാൻ ചെയ്തിരുന്നു. അത് കൃത്യസമയത്ത് അവർ നടപ്പാക്കുകയും അതുവഴി കോൺഗ്രസിനെയും UDF-നെയും തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് നിശ്ചലരാക്കാൻ കഴിയുകയും ചെയ്തു.